പോലീസിന് ഇങ്ങനെയൊക്കെ സംശയങ്ങളുണ്ടെങ്കിലും പെൺവാണിഭ സംഘം ഒരു കുലുക്കവുമില്ലാതെയാണ് കച്ചവടവുമായി മുന്നോട്ടു പോകുന്നത്. നേരത്തെ ഭീഷണിയുമായി മനോരമ ന്യൂസ് സംഘത്തെ നേരിട്ട കൊച്ചിയിലെ ഒരു പ്രമുഖ ഏജന്റ് തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുന്നു. വിതുര കേസിൽ പ്രതിയായ 17-ാം വയസ്സിൽ അറസ്റ്റിലായ ഈ ഏജന്റ് പിന്നീട് നടി രേഷ്മ പ്രതിയായ കേസിലും കലൂർ പെൺവാണിഭ കേസിലുമടക്കം 17 കേസുകളിൽ പോലീസ് തിരയുന്ന ആളാണ്. സൈറ്റിൽ കണ്ട അഡ്രസ്സിൽ ബന്ധപ്പെട്ടപ്പോൾ ഫോൺ എടുത്തതും പെൺകുട്ടികളെ എത്തിച്ചു തന്നതും സോമൻ എന്ന് പരിചയപ്പെടുത്തിയ ഇടനിലക്കാരനാണ്. പിന്നീട് ഞങ്ങൾ മനോരമ ന്യൂസിൽ നിന്നാണെന്ന് അറിഞ്ഞതോടെ ഭീഷണിയുടെയും സ്വാധീനത്തിന്റെയും വഴികൾ ഇയാൾ സ്വീകരിച്ചു. എന്നാൽ ഒടുവിൽ വെളിപ്പെടുത്തലുകളുമായി ഇയാൾ തന്നെ നേരിട്ട് ഞങ്ങളെ സമീപിച്ചു. അങ്ങനെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല, വീട്ടിൽ നിന്നും പുറത്താക്കി പെങ്ങന്മാരുണ്ട്, ഞാനും നല്ലൊരു കുടുംബത്തിൽ പിറന്ന ആളാണ്. സ്വാഭാവികമായിട്ട് ആഴ്ചയിൽ 2 ദിവസം ഒപ്പിടണം, ഉള്ള ജോലി പോയി കേരളത്തിന് വെളിയിൽ പോയി ജോലി ചെയ്യാൻ പറ്റില്ല, ആഴ്ചയിൽ വരാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇന്ത്യക്ക് വെളിയിൽ പോകാൻ പറ്റത്തില്ല, പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ. ഓട്ടോമാറ്റിക്കലി വിശ്വസ്ത്രീകളായിട്ട് ബന്ധപ്പെടേണ്ടി വന്നു. വീണ്ടും അവർ നമ്മളെ കേസിനും മറ്റുള്ള കാര്യങ്ങൾക്കും സഹായിച്ചു. അവർക്ക് കൂട്ടുപോകുന്നോണം അന്നത്തെ കാലത്ത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് മൊബൈലില്ല, പേജറില്ല, ഇന്റർനെറ്റ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെ റോഡിലൂടെ നടന്ന് ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അതൊരു പ്രൊഫഷണലായിട്ട് സ്വീകരിച്ചു. ഉന്നതരും അവരുടെ മക്കളുമെല്ലാം ഉൾപ്പെട്ടതാണ് സംസ്ഥാനത്തെ പെൺവാണിഭ സംഘമെന്ന് ഇയാൾ തന്നെ പറയുന്നു. കസ്റ്റമേഴ്സിൽ പുറത്തു പറഞ്ഞാൽ പ്രശ്നമാകുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. മന്ത്രിപുത്രന്മാരും അതേപോലെ സമൂഹത്തിലെ ജഡ്ജിയും സുപ്രീം കോടതി ജഡ്ജിയുടെ മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു പെൺവാണിഭ റാക്കറ്റിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ധാരാളമുണ്ട്. പെൺവാണിഭ രംഗത്തേക്ക് പെൺകുട്ടികൾ എത്തിപ്പെടുന്നത് എങ്ങനെ? സ്വാഭാവികമായിട്ട് കുടുംബ പശ്ചാത്തലം വളരെ മോശമായിട്ടുള്ള ആൾക്കാരാണ്. ഒന്ന്, അച്ഛൻ 2ാം വിവാഹം കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അമ്മയുടെ അനിയത്തി ഏതെങ്കിലും രീതിയിൽ ഇതുമായിട്ടുള്ള തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ പുതിയ മീഡിയകളും മറ്റുള്ളവരുടെ ഡ്രസ്സ്, സ്വർണം, അതേപോലുള്ള സുഖ ജീവിതങ്ങളിലേക്ക് ആരെങ്കിലും പ്രലോഭിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വന്നുപെടുകയാണ്. ലക്ഷങ്ങളാണ് പെൺവാണിഭ വ്യാപാരത്തിലൂടെ ഓരോ ദിവസവും കൊച്ചി നഗരത്തിൽ മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇതിനകത്ത് ഒരു 500-600 പേര് നിത്യവൃത്തി എന്നോണം പോലും ഇതിൽ സ്ഥിരമായി ബന്ധപ്പെടുന്നുണ്ട്. ഒരു വർഷം 100 കോടി മുതൽ 200 കോടി രൂപ ടേൺ ഓവറുള്ള ഒരു ബിസിനസ്സാണ്. ഇതിനകത്തൊരു 60-40 ആണ് ഇതിനകത്ത് ഒരു റേറ്റ്സ്. 10,000 രൂപയ്ക്ക് 6,000 രൂപ പെണ്ണിനും 4,000 രൂപ എനിക്ക്. 2 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ ഒരു പെൺകുട്ടിക്ക് മാസം ഇൻകം ഉണ്ട്. 14 വർഷമായി ഈ ബിസിനസ് ചെയ്ത് പണം സമ്പാദിച്ചിട്ടും എന്തുകൊണ്ട് തൊഴിൽ അവസാനിപ്പിക്കുന്നില്ല? എന്റെ നാട്ടുകാർക്കെല്ലാം അറിയാം എനിക്ക് വാണിഭവമാണെന്ന്, എന്റെ വീട്ടുകാർക്കറിയാം എല്ലാവർക്കും വാണിഭവമാണെന്ന്, ഈ സിറ്റിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം എനിക്ക് വാണിഭവമാണെന്ന്. എനിക്ക് എല്ലാവരും സപ്പോർട്ടാണ്. പെൺവാണിഭ സംഘങ്ങളുടെ പ്രവർത്തനം ഫോൺ വഴി കസ്റ്റമർ സംസാരിക്കും, അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന് ആവശ്യമുള്ള സ്റ്റഫിനെ ഫോൺ വഴി റേറ്റ് പറഞ്ഞ് കൺഫേം ചെയ്യും. അതിനുശേഷം കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കും. ഓരോ ദിവസവും ലക്ഷങ്ങളുടെ വരുമാനമുള്ള ഈ ഏജന്റ് പക്ഷേ ഈ തൊഴിൽ തൽക്കാലം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതിനുണ്ട് സാധാരണക്കാരന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും റോഡിലിറങ്ങി നടക്കാൻ പറ്റുന്നതുകൊണ്ട് വാണിഭം ഇവിടെ ഉള്ളതുകൊണ്ടാണ്. 4 വയസ്സുകാരിയെ ഒരിക്കലും 60 വയസ്സുകാരൻ പീഡിപ്പിക്കില്ല അവന് സെക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ.